Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും മോഡ്യൂൾ 1ന്റെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 1ന്റെ ഓൾറെഡി 3 വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ട്. അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മളത് അപ്പ് ചെയ്യുന്നതാണ്. അതിന് ശേഷമായിരിക്കും നമ്മൾ മോഡ്യൂൾ 2ലേക്ക് കടക്കാൻ പോകുന്നത്. സോ മോഡ്യൂൾ 1ൽ നമ്മൾ പാർട്ട് സി വീഡിയോയിൽ നമ്മൾ എടുത്തു നിർത്തിയത് ഡിമാൻഡും ചേഞ്ചസ് ഇൻ ഡിമാൻഡ് വരെയാണ്. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. വി ഹാവ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇലാസ്റ്റികത എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഇലാസ്റ്റിക് ഉള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് വലിയും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രഷർ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊണ്ട് എത്രത്തോളം റെസ്പോൺസീവ്നെസ് ചേഞ്ച് ആ വസ്തുവിൽ വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസോ അല്ലെങ്കിൽ വിലയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിമാൻഡ് എഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സിലോ വരുന്ന വ്യത്യാസം കൊണ്ട് ഡിമാൻഡ്, ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിൽ എത്ര ശതമാനം വ്യത്യാസം അല്ലെങ്കിൽ എത്ര കണ്ട് വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് തരുന്ന ഒരു ന്യൂമറിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് degree of responsiveness change of quantity demanded of a commodity due to change in price or any other factors. ഇത് ആൽഫ്രഡ് മാർഷൽ എന്നുള്ള ഇക്കോണമിസ്റ്റ് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ച വ്യക്തി ആൽഫ്രഡ് മാർഷൽ ആണ്. ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. യു ഹാവ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ആൻഡ് അക്കോർഡിംഗ് ടു യുവർ സിലബസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരിക്കും. Now, what is price elasticity of demand? Price elasticity of demand is being denoted in economics as E subscript P. E subscript P ആയിട്ടാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറയുന്നത്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ അഗെയിൻ റിമൈൻസ് ദ സെയിം എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് നമ്മളിവിടെ പ്രൈസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് പ്രൈസിൽ വരുന്ന വേരിയേഷൻ കൊണ്ട് എത്രത്തോളം വ്യത്യാസം ഡിമാൻഡിൽ വരുന്നു എന്ന് പറയുന്നു. And we have 5 types of price elasticity of demand. Price elasticity of demand നമുക്ക് 5 degrees ഉണ്ട്, അല്ലെങ്കിൽ 5 types ഉണ്ട്. We have perfectly elastic demand, perfectly inelastic demand, unit elastic demand, elastic demand and inelastic demand. Now, what is perfectly elastic demand? Perfectly elastic demand എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിൽ വരുന്ന ചെറിയ വേരിയേഷൻ കൊണ്ട് ഡിമാൻഡിൽ നമുക്കൊരിക്കലും അസ്യൂം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് ചേഞ്ച് ആവും ഡിമാൻഡ്. ഓൾറൈറ്റ്, സോ പ്രൈസിൽ വരുന്ന ചേഞ്ച് ഡിമാൻഡിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. ഈ കേസിൽ അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ള കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്, ആൻഡ് യുവർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വുഡ് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ആ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നിങ്ങളുടെ ഡിമാൻഡ് കർവ്. നോർമൽ ഡിമാൻഡ് കർവ് ആയിരിക്കില്ല ഈ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള ഗുഡ്സിന്. അടുത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ പറയുന്നത് ഇങ്ങനത്തെ സവിശേഷതയുള്ള വസ്തുക്കൾക്കാണെങ്കിൽ എത്ര കണ്ട് പ്രൈസിൽ വേരിയേഷൻ വന്നാലും അവരുടെ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലൈഫ് സേവിങ് മെഡിസിൻസ്, ലൈഫ് സേവിങ് ഡ്രഗ്സ്. ഈ ലൈഫ് സേവിങ് മെഡിസിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എത്ര വില കൂടിയാലും കുറഞ്ഞാലും നമുക്കത് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ വാങ്ങിയിരിക്കും. സോ വിത്ത് റെസ്പെക്റ്റീവ് ചേഞ്ച് ഇൻ പ്രൈസ് the consumer will go and purchase that particular commodity. So with a given change in price, there is no change in quantity demanded, and those kind of commodity exhibits perfect elastic demand. And ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ your demand curve would be a vertical straight line parallel to x-axis, and your elasticity of price is equal to 0 ആയിരിക്കും, കാരണം there is no change. Now, unit elastic demand or unitary elastic demand. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അത്രയും തന്നെ ഡിമാൻഡിൽ വേരിയേഷൻ വരും. ദാറ്റ് മീൻസ് യുവർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1. രണ്ടിൻ്റെയും വ്യത്യാസം സെയിം ആണ്. ഈ കാര്യത്തിൽ ഈ ഒരു കേസിൽ നമുക്ക് നോർമൽ ഡിമാൻഡ് കർവ് ആണ്. നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അത്രയും തന്നെ നമുക്ക് ഡിമാൻഡിൽ വേരിയേഷൻ വരും. ആ ഗ്യാപ്പുകൾ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. നൗ, more elastic demand, or we call it as elastic demand. More elastic demand എന്ന് പറയുമ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അതിനേക്കാൾ കൂടുതലായിരിക്കണം ഡിമാൻഡിൽ വരുന്ന വേരിയേഷൻ. With a given change in price, there would be a more than proportionate change in quantity demanded. ആ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1 ആയിരിക്കും.
ഡിമാൻഡ് കർവ് കുറച്ചും കൂടി ഫ്ലാറ്റർ ആക്കിയിട്ടാണ് നമ്മളിതിൽ വരയ്ക്കേണ്ടത്. ഫ്ലാറ്റർ ആയിരിക്കും, കാരണം നമുക്ക് ആ ഒരു റേഷ്യോ കാണിക്കുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ തന്നെ കാണാൻ പറ്റും, പ്രൈസിൽ വരുന്ന ചേഞ്ചിനേക്കാളും പ്രൈസ് കുറയാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും. പക്ഷേ പ്രൈസിൽ വരുന്ന വേരിയേഷനേക്കാൾ കൂടുതലാണ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്. അതിനെയാണ് നമ്മൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ആസ് യുവർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. മോർ ഇലാസ്റ്റിക്കിൽ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ലെസ് ഇലാസ്റ്റിക്കിൽ പറയുന്നത്. പ്രൈസിൽ വരുന്ന വേരിയേഷനേക്കാളും കുറവായിരിക്കണം ഡിമാൻഡിൽ വരുന്ന വേരിയേഷൻ. ഈ കേസിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇസ് ലെസ് ദാൻ 1 ആയിരിക്കും. ആൻഡ് യുവർ ഡിമാൻഡ് കർവ് വുഡ് ബി കുറച്ചും കൂടി സ്റ്റീപ്പർ ആയിരിക്കും. ഫ്ലാറ്റർ ആയിരിക്കില്ല, സ്റ്റീപ്പർ ആയിരിക്കും. ആ ഒരു റേഷ്യോ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പ്രൈസിൽ വരുന്ന വേരിയേഷനേക്കാൾ കുറവാണ് നമുക്ക് ഡിമാൻഡിൽ വരുന്ന വേരിയേഷൻ. ഓക്കെ, ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇസ് ലെസർ ദാൻ 1 ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ. So these are the 5 types of price elasticity of demand. Now, എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? ഞാൻ പറഞ്ഞൊരു ന്യൂമറിക്കൽ മെത്തേഡാണ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നുള്ളത്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. രണ്ട് പേരുകൾ ഇതിനെ അറിയപ്പെടും. ആൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റേഞ്ചസ് ഫ്രം 0 to infinity. 0 ഇൻഫിനിറ്റി ഇടയിലായിരിക്കും നമുക്ക് ഇതിന്റെ വാല്യൂസ് കിടക്കുന്നത്. ആൻഡ് യുവർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് റിക്വയർഡ് ഫോർമുല. ഓക്കെ, സോ ബേസിക്കലി ഇതിൽ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ എത്ര ശതമാനം വ്യത്യാസം വന്നു, അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ എത്ര ശതമാനം വ്യത്യാസം വന്നു. പിന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് നമ്മളിതിൽ പഠിക്കേണ്ട ആവശ്യകതയില്ല. സോ ഫൈനൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്, പുതിയ ക്വാണ്ടിറ്റി എത്രയാണ്. ഡെൽറ്റ പി ഇസ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് പി ഇസ് യുവർ ഇനീഷ്യൽ പ്രൈസ് ആൻഡ് ക്യൂ ഇസ് യുവർ ഇനീഷ്യൽ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഇതായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ഓരോ മോഡ്യൂൾസിലും നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ തൽക്കാലം ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നില്ല. നമുക്ക് ഓരോ മോഡ്യൂൾസിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അത് നമുക്ക് ബോർഡ് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്കത് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ തൽക്കാലം അതിൻ്റെ ഫോർമുല മാത്രം നമ്മൾ ഓർമ്മ വയ്ക്കുക. പ്രോബ്ലംസ് ഞാൻ വേറെ എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നൗ ഇതതിൻ്റെ പ്രോബ്ലമാണ്. നമ്മൾ ഈ പ്രോബ്ലം നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നൗ അടുത്തൊരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു രണ്ട് മേജർ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് എക്കണോമിക്സിലുള്ളത്. ഒന്ന് ഡിമാൻഡെങ്കിൽ അടുത്തത് സപ്ലൈ ആണ്. ഡിമാൻഡ് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു സംഭവമാണെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത്. സോ ഇത് രണ്ടും മാർക്കറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മളത് മുന്നോട്ട് ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിലെ മാർക്കറ്റ് മെക്കാനിസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ഡിമാൻഡ് സംസാരിച്ചതുപോലെ തന്നെയാണ് നമ്മൾ സപ്ലൈ സംസാരിക്കാൻ പോകുന്നത്. ഡിമാൻഡിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതേ സ്കീമിൽ നമ്മൾ സപ്ലൈ സംസാരിക്കും. ഇനി സപ്ലൈ എന്താണ്? So supply basically refers to the quantities of a commodity which a seller offers for sale at a particular price in a given period of time. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് വിൽക്കാൻ എത്തിക്കുന്ന കമ്മോഡിറ്റീസിന്റെ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. സോ സപ്ലൈ ഇസ് ബേസിക്കലി സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസൈർഡ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ സെല്ലർ ഓഫർ ടു സെയിൽ ഇൻ ദി മാർക്കറ്റ്. നൗ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ? ഡിമാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം? ഫസ്റ്റ് വൺ, പ്രൈസ് ഇറ്റ് സെൽഫ്. നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, കാരണം കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. പക്ഷെ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് പ്രൈസ് കൂടുന്നത്, വില കൂടുന്നത്, അപ്പോൾ മാത്രമേ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കൂടുന്നു അപ്പോൾ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു. സോ ഇൻ ദ കേസ് ഓഫ് സപ്ലൈ there exists a direct relationship between price and supply. So whenever your price increases, your supply automatically increases. Second one, goals of the firm. അതായത് ഓരോ ഫേംസിൻ്റെ ഗോൾസിനനുസരിച്ച് സപ്ലൈ മാറും. ചിലർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും, ചിലർക്ക് മാക്സിമം സെയിൽസ് ആയിരിക്കും, ചിലർക്ക് കൂടുതൽ മാർക്കറ്റ് ഡോമിനൻസ് ആയിരിക്കും. അപ്പോൾ ഓരോ ഫേംസിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സപ്ലൈയിലും പ്രൊഡക്ഷനിലും വ്യത്യാസം വരും. ദെൻ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, മറ്റ് വസ്തുക്കളുടെ കമ്മോഡിറ്റീസിലുള്ള പ്രൈസിലുള്ള ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഏത് വസ്തുവിൻ്റെ പ്രൈസ് ആണോ മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്ക് ഞാൻ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ഏതാണോ അല്ലെങ്കിൽ ഏതിൻ്റെ വിലയാണോ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, ഏതിൻ്റെ വിലയാണോ കുറയുന്നത് അത് ഞാൻ മാറ്റി നിർത്തും. സോ ബേസിക്കലി പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് മീൻസ്
the producer will tend to produce more commodity in such a way that he will actually, or he can actually maximize the profit in the short run. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലാണെങ്കിലും എവിടെയാണോ അല്ലെങ്കിൽ ഏത് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ അദ്ദേഹത്തിന് കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോഴായിരിക്കും ആ കമ്മോഡിറ്റി ആയിരിക്കും അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. നമുക്കറിയാം സാങ്കേതിക വിദ്യ കൂടുന്നതിനനുസരിച്ച്, ഓക്കെ, പണ്ട് നമ്മൾ ആളുകളെ ഉപയോഗിച്ചിട്ടാണ് കൃഷി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിന് പകരം കുറേ മെക്കനൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വരുന്നുണ്ട്. സോ മെക്കനൈസേഷൻ വന്നതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈനലി ഗവൺമെൻറ് ടാക്സേഷൻ. ഗവൺമെൻറ് ടാക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ടാക്സ് കൂട്ടുമ്പോൾ, ഓക്കെ, ഈ പറയുന്ന കമ്പനികളെല്ലാം ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ടാക്സ് കൂട്ടുന്ന സമയത്ത് അതൊരു പോസിറ്റീവ് ഇൻസെൻറ്റീവ് അല്ല കമ്പനിയെ സംബന്ധിച്ചുള്ളത്. സോ വെനെവർ ടാക്സ് ഇൻക്രീസസ് യുവർ സപ്ലൈ ഓട്ടോമാറ്റിക്കലി ഡിക്രീസസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ. ഇനി ഈ പറയുന്ന ഫാക്ടേഴ്സിനെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ സപ്ലൈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദീസ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ടാവും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് സപ്ലൈ എന്ന് പറയുന്നത്. സോ സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ഫംഗ്ഷൻ ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ്സിൽ ഇട്ടിരിക്കുന്നത്. സോ സപ്ലൈ ഫംഗ്ഷൻ ബേസിക്കലി എക്സ്പ്ലെയിൻസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ. ഒരു വസ്തുവിൻ്റെ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ സപ്ലൈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സപ്ലൈ ഓഫ് nth commodity is a function of P of n, price of the commodity, P of n up to P of n minus 1, that is price of other commodities, GF, that is goal of the firm, T, that is technology, then E is when it comes to state of technology അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബാക്കി ഏതെങ്കിലും വേരിയബിൾസ് ഉണ്ടെങ്കിൽ, then GT is your government taxation, then N എന്ന് പറയുന്നത് നമുക്ക് സൈസ് ഓഫ് പോപ്പുലേഷൻ. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾ മേജർ ഫാക്ടേഴ്സ് മാത്രമായിട്ട് നമ്മൾ സംസാരിച്ചുള്ള. N എന്ന് പറയുന്ന പോപ്പുലേഷനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ് ടു U എന്ന് പറയുന്നത് മറ്റെല്ലാ ഫാക്ടേഴ്സും. ഓക്കെ, സോ സപ്ലൈ ഫംഗ്ഷൻ ഓർമ്മ വയ്ക്കുക. ഈ പറയുന്ന ബ്രാക്കറ്റിലുള്ള നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതിനനുസരിച്ചാണ് കമ്മോഡിറ്റിയുടെ സപ്ലൈ നിൽക്കുന്നത്. വിത്ത് ദിസ് മൂവിങ് ഓൺ ടു ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് പ്രൈസും സപ്ലൈയും മാത്രമാണ് ഇവിടെ കൺസിഡറേഷൻ ചെയ്യുന്നത്. അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ വെനെവർ ദ പ്രൈസ് ഇൻക്രീസസ് ദ സപ്ലൈ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസസ്, വെനെവർ യുവർ പ്രൈസ് ഡിക്രീസസ് സപ്ലൈ ഓട്ടോമാറ്റിക്കലി ഡിക്രീസസ്. അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. അതാണ് കണ്ടീഷൻ, അതാണ് അസംപ്ഷൻ. Okay, other things remains constant. The quantity supplied increases with rise in price of the commodity and quantity supplied decreases with fall in price of the commodity. Now, supply schedule. നമ്മളൊരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നെ അസ്യൂം ചെയ്തിട്ടുള്ളൊരു സ്കെഡ്യൂളാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പ്രൈസ് കൊടുത്തിട്ടുണ്ട് 1, 2, 3. അപ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാം ക്വാണ്ടിറ്റി നമുക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. പ്രൈസ് കൂടുന്നു, ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കൂടുന്നു. ഈ സെയിം വാല്യൂസ് നമ്മളൊരു ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ you will get an upward sloping curve. Okay, ഒരു upward sloping curve കിട്ടും. So your supply curve would be always an upward sloping curve. So supply curve എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി upward sloping curve ആണ്, whereas demand curve എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി downward sloping curve ആണ്. സപ്ലൈ കർവ് upward sloping curve ആകാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. Now how the change in supply can happen. നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിൽ സപ്ലൈയിൽ ചേഞ്ച് വരും. ഒന്ന് ഡ്യൂ ടു പ്രൈസ്, അതിനെ തന്നെ നമ്മൾ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ് എന്ന് വിളിക്കും. രണ്ടാമത് മറ്റുള്ള ഫാക്ടേഴ്സും ഉണ്ട്, ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മറ്റ് ഫാക്ടേഴ്സ് മാറുന്നു. അതിനെ നമ്മൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പ്രൈസിൽ വരുന്ന വേരിയേഷനാണ്. നിങ്ങൾക്ക് ഗ്രാഫിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യേണ്ടത് എ എന്നുള്ള പോയിന്റിലാണ് പ്രൊഡ്യൂസർ നിൽക്കുന്നത്. 10 ആണ് നമ്മുടെ പ്രൈസ്. അതിനനുസരിച്ച് നമ്മൾ 20 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൈസ് 15ലേക്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സപ്ലൈ കൂടുന്നു, അതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നു. പ്രൈസ് 5ലേക്ക് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സപ്ലൈ കുറയുന്നു, നമ്മളതിനെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നു. ഒരേ സപ്ലൈ കർവ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് അലോങ് ദി സപ്ലൈ കർവ് എന്ന് പറയും. ഓക്കെ, ഗ്രാഫ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള ചേഞ്ചിനാണ് നമ്മൾ ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ഇവിടെ പ്രത്യേകത പ്രൈസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, മറ്റ് ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുമ്പോൾ, മറ്റ് ഫാക്ടേഴ്സിൽ പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിൽ നിങ്ങളുടെ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, മറ്റ് ഫാക്ടേഴ്സിൽ പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിൽ സപ്ലൈ കൂടും, ആൻഡ്
increase in supply is being denoted with a downward shift. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഒരു കർവിൻ്റെ അപ്വേർഡ് ഷിഫ്റ്റ് നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് നമ്മൾ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് നമ്മൾ കാണിക്കുന്ന മുകളിലോട്ടായിരിക്കും. പക്ഷെ സപ്ലൈ കർവിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഇൻക്രീസ് കാണിക്കുന്നത് താഴോട്ടാണ്. ഓക്കെ, സോ ഇൻക്രീസ് ഇസ് ബീങ് ഡിനോട്ടഡ് വിത്ത് എ റൈറ്റ്വേർഡ് ഓർ ഡൗൺവേർഡ് ഷിഫ്റ്റ്. വേറസ് മറ്റ് ഫാക്ടേഴ്സിൽ നെഗറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് ഇൻ സപ്ലൈ കാണിക്കുന്നത് മുകളിലോട്ടാണ്. സോ an upward shift is being denoted as a decrease in supply. So kindly note the movement from SS supply curve to S1 supply curve in the first diagram shows the increase in supply, downward shift ആണ്. രണ്ടാമത്തെ ഡയഗ്രത്തിൽ കാണിക്കുന്നത് SS supply curve നിന്ന് S1 മുകളിലോട്ട് കാണിക്കുന്നത് decrease in supply where your price remains constant. Now again elasticity of supply. ഡിമാൻഡിൽ പറഞ്ഞ പോലെ തന്നെ സപ്ലൈയിലും ഇലാസ്റ്റിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ ഉദ്ദേശിക്കുന്നത് പ്രൈസോ അല്ലെങ്കിൽ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സിലോ വരുന്ന ചേഞ്ച് കൊണ്ട് എത്ര ഡിഗ്രിയിൽ നമുക്ക് സപ്ലൈ മാറുന്നു. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓർ എനി അതർ ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. And we have 5 types of elasticity of supply. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ, ഇലാസ്റ്റിക് സപ്ലൈ ആൻഡ് ഇൻഇലാസ്റ്റിക് സപ്ലൈ. നമ്മൾ അവിടെ ഡിമാൻഡ് എന്ന് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ സപ്ലൈ എന്ന് ഉപയോഗിക്കുന്നു. ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡയഗ്രാംസും ഡെഫിനേഷൻസും ഒക്കെ സെയിം തന്നെയാണ്, എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഡിമാൻഡ് എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സപ്ലൈ ആയിട്ട് മാറും. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയിൽ ഞാൻ പറഞ്ഞു പ്രൈസിൽ വരുന്ന ചെറിയ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് സപ്ലൈയിൽ വേരിയേഷൻ വരുന്ന കേസാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ. ഈ കേസിൽ നിങ്ങളുടെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ സപ്ലൈ കർവ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഓർ സപ്ലൈ ആക്സിസ് ആയിരിക്കും. രണ്ടാമത് നമുക്കുള്ളത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൈസിൽ എത്ര വേരിയേഷൻ വന്നാലും സപ്ലൈ റിമൈൻസ് സെയിം. സപ്ലൈയിൽ വേരിയേഷൻ വരുത്താൻ പറ്റില്ല. ഓക്കെ, ഈ കേസിൽ നിങ്ങളുടെ സപ്ലൈ കർവ് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ. യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈയിൽ ഡിമാൻഡിൽ പറഞ്ഞ പോലെ തന്നെ എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അത്രയും തന്നെ സപ്ലൈയിൽ വേരിയേഷൻ വരും. നോർമൽ അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഗ്യാപ്പ് കണ്ടറിയാൻ പറ്റും. എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അത്രയും തന്നെ നമുക്ക് സപ്ലൈയിലെ വേരിയേഷൻ വരുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ഇലാസ്റ്റിക് സപ്ലൈ ഓർ മോർ ഇലാസ്റ്റിക് സപ്ലൈ. ഇതിൽ പറയുന്നത് എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അതിനേക്കാൾ കൂടുതലായിരിക്കണം സപ്ലൈയിൽ വരുന്ന വേരിയേഷൻ. നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്രൈസിൽ വരുന്ന വേരിയേഷനേക്കാൾ കൂടുതലായിരിക്കും സപ്ലൈയിൽ വരുന്ന വേരിയേഷൻ. ആൻഡ് യുവർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇസ് മോർ ദാൻ 1. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് യുവർ ഇൻഇലാസ്റ്റിക് സപ്ലൈ ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ, ഓക്കെ, എത്രയാണോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അതിനേക്കാൾ കുറവായിരിക്കണം സപ്ലൈയിൽ വരുന്ന വേരിയേഷൻ. ഓക്കെ, ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പ്രൈസിൽ വരുന്ന വേരിയേഷനേക്കാൾ കുറവാണ് സപ്ലൈയിൽ വരുന്ന വേരിയേഷൻ. ഈ കേസിനെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് സപ്ലൈ ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇസ് ലെസ് ദാൻ 1 ഇൻ ദിസ് കേസ്. സോ ഇത്രയാണ് നമുക്ക് സപ്ലൈനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സപ്ലൈ കുറച്ച് സ്പീഡിൽ നീക്കാൻ കാരണം നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞ അതേ ഒരു പാറ്റേണിലാണ് നമ്മൾ സപ്ലൈ പറഞ്ഞു പോയത്. സോ ഇനി നമ്മൾ ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു, സപ്ലൈ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചു, അതിൻ്റെ ഫാക്ടേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, ലോ എന്താണെന്ന് പഠിച്ചു, ചേഞ്ചസ് എങ്ങനെ വരും എന്നത് പഠിച്ചു. ഇനി ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് ടെർമിനോളജീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് മെക്കാനിസം വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. സോ വി ആർ മൂവിങ് ടു ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. എങ്ങനെയാണ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്? കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ വില മാർക്കറ്റിൽ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. നൗ വാട്ട് ഇസ് ഈക്വിലിബ്രിയം? ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു ബാലൻസ്ഡ് ഫോമിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എവിടെയാണോ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നത് ആ പോയിന്റിലാണ് അതിൻ്റെ ഈക്വിലിബ്രിയം പ്രൈസ് തീരുമാനിക്കുന്നത്. ആ പ്രൈസിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ആ പ്രൈസിൽ എത്ര വസ്തുക്കൾ വിറ്റഴിഞ്ഞു പോകുന്നു അതിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഈക്വിലിബ്രിയം പ്രൈസ് ഇസ് ദാറ്റ് പോയിന്റ് വെയർ
your quantity demanded of a commodity is equal to quantity supplied of the commodity. This is also known as invisible hands of the market. മാർക്കറ്റിൽ ഇൻവിസിബിൾ ഹാൻഡ്സ് എന്ന് കൂടിയും പറയും. ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ രണ്ട് കേർവുകളാണ്, രണ്ടും രണ്ട് ലൈനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കൈകൾ എന്നുള്ളതാണ് ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. സോ അതിന് ഇൻവിസിബിൾ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഇത് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അവിടെയാണ് ഒരു വസ്തുവിൻ്റെ പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നത്. നൗ അതിൻ്റെ ഒരു ടാബുലർ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് കാണിക്കുന്നു, സെക്കൻഡ് കോളത്തിന് ഒരു കറസ്പോണ്ടിങ് ഡിമാൻഡ്, തേർഡ് കോളത്തിന് അതിൻ്റെ സപ്ലൈ ആൻഡ് ദ മാർക്കറ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കാണാം പ്രൈസ് 87654, പ്രൈസ് കുറയാണ്. പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു, ഡിമാൻഡ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. തേർഡ് കോളത്തിൽ സപ്ലൈ കുറയുന്നതായിട്ടും കാണാൻ പറ്റും. ആ റിലേഷൻഷിപ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എവിടെയാണോ ഇത് ഈക്വൽ ആകുന്നത്, ഡിമാൻഡും സപ്ലൈയും എവിടെയാണ് ഈക്വൽ ആകുന്നത് അതാണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. സോ നമുക്ക് കാണാൻ പറ്റും 3000 സപ്ലൈയും ഡിമാൻഡും വരുന്ന 6 rupees ആകുമ്പോഴാണ് മാർക്കറ്റ് ഈക്വിലിബ്രിയത്തിലെത്തുന്നത്. അപ്പോൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദാറ്റ് പോയിന്റ് വെയർ യുവർ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സപ്ലൈ. ഇനി നമുക്കറിയാം എപ്പോഴും ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ നമ്മൾ നടക്കുമ്പോൾ അത് എപ്പോഴും ഈക്വിലിബ്രിയത്തിൽ നിൽക്കില്ല. അതിന് ഡിസ്ട്രാക്ഷൻസ്, ഡിസ്റ്റർബൻസ് വരും. What happens when price deviates or shifts from this equilibrium price? 6 രൂപ എന്നുള്ള ഈ പ്രൈസിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കാം. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൈസ് ചേഞ്ച് ആവണം, പ്രൈസ് 8 rupeesലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വെൻ പ്രൈസ് ഇൻക്രീസസ് ടു 8 rupees, മാർക്കറ്റിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്തായിരിക്കും, ഡിമാൻഡ് 1000 ആയിരിക്കും, സപ്ലൈ 5000 ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, മാർക്കറ്റിൽ കൂടുതലും സപ്ലൈ ചെയ്യും. അതായത് ആ കമ്മോഡിറ്റി ഡിമാൻഡ് അധികം ചെയ്യുന്നില്ല കാരണം പ്രൈസ് കൂടി, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ സപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ പ്രൈസ് കൂടിയ കാരണം സപ്ലൈ കൂടുതൽ ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ വരുന്നൊരു സിറ്റുവേഷൻ, കുറേ സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്, വിറ്റഴിഞ്ഞ് പോകുന്നില്ല, മാർക്കറ്റിൽ എക്സസ് സപ്ലൈ വരുന്നു. ഈ എക്സസ് സപ്ലൈ, ഒരു സാധനം മാർക്കറ്റിൽ കുറേ കുമിഞ്ഞു കൂടുകയാണ്, വിറ്റഴിഞ്ഞ് പോകുന്നില്ലെങ്കിൽ മാർക്കറ്റിലെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, വീണ്ടും നഷ്ടം വരാതിരിക്കാനായിട്ട് വീണ്ടും വില കുറച്ച് ആ സാധനം വിറ്റഴിക്കാൻ നോക്കും. So basically this excess supply will exert the pressure on price and will bring back the price back to equilibrium. Excess supply വന്നോട്ടെ, അത് വന്നാലും ഒരു ടെമ്പററി ഫിനോമിനയാണ്, തിരിച്ച് 6 രൂപയിലേക്ക് തന്നെ അത് കൊണ്ടുവരുന്നു. ഇതുപോലെ തന്നെ ഈക്വിലിബ്രിയം പ്രൈസ് 6-ൽ നിന്ന് 4 രൂപയായി എന്ന് വിചാരിക്കുക. പ്രൈസ് കുറഞ്ഞു, പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും, 5000 യൂണിറ്റ്സിലേക്ക് കയറും, പക്ഷെ അവിടെ സപ്ലൈ കുറയും ഇല്ലേ. അപ്പോൾ അവിടെ ആ മാർക്കറ്റിൽ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡ് ആണ് വരുന്നത്, ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഒരു സാധനം ഷോർട്ടായി, ആളുകൾ കുറേ ആൾക്കാർ വാങ്ങാൻ വരുന്നുണ്ട്, സാധനം കിട്ടാനില്ല. അപ്പോൾ ഷോർട്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ വസ്തുവിൻ്റെ വില മെല്ലെ 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 നമുക്ക് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് എക്സസ് ഡിമാൻഡ് വിൽ എക്സേർട്ട് ദ പ്രഷർ ഓൺ പ്രൈസ് ആൻഡ് വിൽ ബ്രിങ് ബാക്ക് ദ പ്രൈസ് ബാക്ക് ടു ഈക്വിലിബ്രിയം. സോ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പോയിന്റ് ഇസ് വെരി ക്ലിയർ. Equilibrium point or equilibrium price is that point where your demand is equal to supply. That is your equilibrium price. And that quantity is known as equilibrium quantity, and that it is more or less stable situation on. But whatever happens or what are the distractions happens from the equilibrium price, it can lead to excess demand or excess supply, but that is just a temporary phenomena. These excess supply or excess demand will exert the pressure on price, will bring back the price to equilibrium. Excess demand or excess supply ഉണ്ടായാൽ പോലും അതൊരു ടെമ്പററി അവസ്ഥയാണ്. ഈ ഡീവിയേറ്റ് ചെയ്ത പ്രൈസിനെ വീണ്ടും അവർ തിരിച്ച് ഈക്വിലിബ്രിയം പ്രൈസിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് അബൌട്ട് ദ ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇതിൻ്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ 3 രൂപ എന്നുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം നമ്മളതൊരു ഗ്രാഫിലേക്ക്, നമ്മൾ ആ ഗ്രാഫിൻ്റെ എക്സാക്ട് പോയിന്റ്സ് ആയിട്ട് നമ്മളിതിൽ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മളിതിൽ പറയുന്നത് ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ്. 6 rupees ആണ്, 3 ആണ് നമുക്ക് യൂണിറ്റ്സ് വരുന്നത്. അതിൽ നിന്ന് 8ലേക്ക് കയറി, 8ലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെയാണോ ഡിമാൻഡ് കർവിനും സപ്ലൈ കർവിനും പ്രൈസ് ലൈൻ ടച്ച് ചെയ്യേണ്ടത് അതാണ് പുതിയ സപ്ലൈയും പുതിയ ഡിമാൻഡും. അപ്പോൾ അവിടെ എക്സസ് സപ്ലൈ വരുന്നു. എക്സസ് സപ്ലൈ വരുമ്പോൾ വീണ്ടും അതിനെ തിരിച്ച് ഈക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വില കുറഞ്ഞു കഴിഞ്ഞാലും എക്സസ് ഡിമാൻഡ് സംഭവിക്കുന്നു, എക്സസ് ഡിമാൻഡ് മുകളിലേക്ക് കൊണ്ടുവരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ടേബിളും ഈ ഗ്രാഫും വരച്ച് അതിനനുസരിച്ച് എക്സ്പ്ലനേഷൻ എഴുതണം. സോ ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിറ്റർമിനേഷൻ ചോദിക്കാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈക്വിലിബ്രിയം, ഈ ടേബിൾ വരയ്ക്കണം, ടേബിളിൻ്റെ എക്സ്പ്ലനേഷൻ, ഗ്രാഫ് വരയ്ക്കും, ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതിൽ ഈ 2 കേസുകളും ഈക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, അതിൽ നിന്ന് വരുന്ന വേരിയേഷൻ, എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും എന്താണ്,
അതെങ്ങനെയാണ് തിരിച്ച് ഈക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പറയണം. ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഗൂഗിൾ ഡ്രൈവ് ലിങ്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. നൗ എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ഈക്വിലിബ്രിയം പ്രൈസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഈക്വിലിബ്രിയം പ്രൈസിൽ തൊട്ട് മുമ്പത്തെ ഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു. ഇതിൽ നമ്മൾ പറഞ്ഞത് പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എത്രത്തോളം വേരിയേഷൻസ് ഡിമാൻഡിലും സപ്ലൈയിലും വരും, മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല, ഞാനത് നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫുകൾ പഠിക്കാൻ പറ്റും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് 16-20 ഗ്രാഫ് വരുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ അത് മുഴുവൻ നിങ്ങളുടെ സിലബസ് അനുസരിച്ച്, എഞ്ചിനീയറിംഗ് സിലബസ് അനുസരിച്ച് അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 4 ടൈപ്പുകൾ: ഇൻക്രീസ്, ഡിമാൻഡിൽ വരുന്ന ഇൻക്രീസ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിൽ വരുന്ന ഡിക്രീസ്, ഇൻക്രീസ് ഇൻ സപ്ലൈ, സപ്ലൈ ഇൻക്രീസ് ആവുന്ന കേസ്, നാലാമത്തെ ഡിക്രീസ് ഇൻ സപ്ലൈ, സപ്ലൈ ഡിക്രീസ് ആവുന്ന കേസ്. ഈ 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഈക്വിലിബ്രിയത്തിൽ വരുന്ന ചേഞ്ച് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈസ്, മറ്റേത് ഡിമാൻഡും സപ്ലൈയും വരുന്ന ചേഞ്ച്. അതിൽ പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൈസിൽ വരുന്ന ചേഞ്ചിനാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ വരുന്നത് നമ്മൾ പറഞ്ഞു, അത് ഡിസ്കസ് ചെയ്തു. ഡിമാൻഡ് കർവിലും സപ്ലൈ കർവിലും വരുന്ന ചേഞ്ച് ഞാൻ പറഞ്ഞു 10-20 വെറൈറ്റീസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ 4 എണ്ണത്തിൻ്റെയും എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല, നിങ്ങൾ വരയ്ക്കാൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓർമ്മ വെക്കുക, ഈക്വിലിബ്രിയം പ്രൈസിൽ നമ്മളൊരു കണ്ടീഷനാണ്, അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് അവിടെ നിർത്തിയിട്ട് ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്യും. സോ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഡിമാൻഡ് കർവ് മാത്രം ഇൻക്രീസ് ചെയ്യുമ്പോൾ പുതിയ ഡിമാൻഡ് കർവ് പഴയ സപ്ലൈ കർവിന് എവിടെയാണോ ഇൻ്റർസെക്ട് ചെയ്യുന്നത് അതായിരിക്കും പുതിയ ഈക്വിലിബ്രിയം പ്രൈസ്. ക്ലിയർ ആയോ? അവിടെ വേറെ ഒരു കർവും ചേഞ്ച് ചെയ്യുന്നില്ല, ഡിമാൻഡ് കർവ് മാത്രം ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ ഡിമാൻഡ് കർവ് ഡിക്രീസ് ചെയ്യുന്നു, അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഡിക്രീസ് മാത്രം കാണിക്കുക. മൂന്നാമത്തേൽ വരുമ്പോൾ സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യുന്നു. സോ സപ്ലൈ കർവിൻ്റെ ഇൻക്രീസ് ഞാൻ പറഞ്ഞു താഴോട്ടാണ്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ സപ്ലൈ കർവിൻ്റെ ഇൻക്രീസ് മാത്രം കാണിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ സപ്ലൈ കർവിൻ്റെ ഡിക്രീസ്. അങ്ങനെ 4 ഡയഗ്രാംസ് സെപ്പറേറ്റ് വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സംഭവിക്കുന്നത് ഈക്വിലിബ്രിയത്തിന് ഈ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ? ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ ഈക്വിലിബ്രിയം പ്രൈസ് വെൻ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ സപ്ലൈ? അപ്പം നമ്മളതിൽ സപ്ലൈ കർവ് മാത്രം ഇൻക്രീസ് കാണിക്കും. ആദ്യം ഒരു ഇനീഷ്യൽ ഈക്വിലിബ്രിയം കണ്ടീഷൻ വരയ്ക്കും, അതിനുശേഷം സപ്ലൈ കർവ് മാത്രം ഇൻക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പുതിയ സപ്ലൈ കർവ് പഴയ ഡിമാൻഡ് കർവിന് എവിടെയാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ പുതിയ ഈക്വിലിബ്രിയം നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അത് ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മോഡലിൽ കഴിയുമ്പോൾ. അപ്പോൾ അത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോസിന് താഴെ പോസ്റ്റ് ചെയ്ത് ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ദെൻ ഇതിൻ്റെ തന്നെ നമുക്ക് ഈക്വിലിബ്രിയം പ്രൈസിൻ്റെ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഞാൻ എക്സ്ക്ലൂസീവ്ലി വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. തൽക്കാലം ഈ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. The next one is your consumer surplus. നമ്മൾ മോഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇനി ഒരു 3 ടോപ്പിക് കൂടി നമുക്കുള്ളൂ മോഡ്യൂൾ 1 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. So what do you mean by consumer surplus? Consumer surplus is defined as a difference between consumers' willingness to pay for a commodity and the actual price paid for them. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു സാധനം വാങ്ങാൻ പോയി മാർക്കറ്റിൽ, ഞാൻ ഒരു സോപ്പ് വാങ്ങാൻ പോയി. എൻ്റെ കയ്യിൽ ആ സോപ്പിന്, എൻ്റെ മനസ്സിൽ ആ സോപ്പിന് ഞാൻ 15 രൂപയാണ്, 15 രൂപയും കയ്യിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കടക്കാരൻ പറയുകയാണ് അത് 10 രൂപയുള്ളൂ, 10 രൂപ തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ 15 രൂപ കൊടുക്കാൻ വില്ലിംഗ് ആണ്, പക്ഷെ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 10 ആണ്. സോ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ദാറ്റ് 15 - 10 is equal to 5. അതിനാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ സർപ്ലസ് is nothing but it is a difference between the consumer's willingness to pay for a commodity and the actual price paid for them. The next one is producer surplus. എന്താണ് producer surplus? ഇതേപോലെ തന്നെ producer surplus is nothing but it is a difference between how much a person would be willing to accept for a given quantity of a good versus how much they can receive by selling the good at a market price. മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ അയാൾ, അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയാൾ മനസ്സിൽ അതിനൊരു വില ഇട്ടിട്ടുണ്ടാവും. ആ വിലയും മാർക്കറ്റിൽ നിന്ന് അത് വിറ്റഴിഞ്ഞ് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വിലയും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന സർപ്ലസ്. അതിൻ്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. യു ഹാവ് സപ്ലൈ കർവ് വിച്ച് ഇസ് എൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്, ഡിമാൻഡ് കർവ് നമുക്ക് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഉണ്ട്. നമുക്കറിയാം ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്ന രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്.
ആ ഈക്വിലിബ്രിയം പ്രൈസിന് താഴെ, അതായത് നമുക്കറിയാം പ്രൈസ് എപ്പോഴും നമുക്ക് ഈ പറയുന്ന 70 ആണ് നമുക്ക് പ്രൈസ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൈസ് നമ്മൾ 70 ആണ് എന്നുള്ളത് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് 15, 17 നമുക്ക് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണോ ഈക്വിലിബ്രിയം പ്രൈസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മൾ പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പ്രൈസിനേക്കാളും, അതായത് മാർക്കറ്റിൽ ഉദ്ദേശിക്കുന്ന പ്രൈസിനേക്കാളും കുറവാണ് പ്രൊഡ്യൂസർ മനസ്സിൽ വിചാരിച്ചെങ്കിൽ ബാക്കി കിട്ടുന്നത് മുഴുവൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ സർപ്ലസ് ആണ്. സോ അതുകൊണ്ടാണ് ഈക്വിലിബ്രിയത്തിന് താഴെയുള്ള പോർഷൻ പ്രൊഡ്യൂസർ സർപ്ലസ് ആയിട്ടും അതിന് മുകളിലുള്ള പോർഷൻ നമ്മൾ കൺസ്യൂമർ സർപ്ലസ് ആയിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, ബിക്കോസ് അത് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് മാത്രം നിങ്ങൾ ഓർമ്മ വയ്ക്കാം. നെക്സ്റ്റ് വൺ ഇസ് യുവർ ടാക്സേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ് ടാക്സേഷൻ. സോ ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിറ്റിസൺസ്, നമുക്ക് പൗരന്മാർ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. So basically tax means it is a compulsory payment made by the citizen for the free services rendered by the government. ഗവൺമെന്റ് നമുക്ക് തരുന്ന സൗജന്യമായ സേവനങ്ങൾക്ക് നമ്മൾ തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ഫീസിനാണ്, കമ്പൾസറി ഫീ പേയ്മെന്റിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. സോ ടാക്സ് ബേസിക്കലി ഗവൺമെന്റിലേക്ക് കിട്ടുന്ന റവന്യൂ ആണ്. ടാക്സിൽ നിന്ന് വെച്ച് അല്ലെങ്കിൽ ടാക്സ് കിട്ടുന്ന കാശിൽ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ പിരിച്ചു കിട്ടുന്ന പണത്തിൽ നിന്നാണ് ഗവൺമെന്റ് വെൽഫെയറിന് വേണ്ടിയും അതുപോലെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് യു മീൻ ബൈ ടാക്സേഷൻ, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ പോയിന്റ്സ് ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The last topic from module 1 is your deadweight loss. എന്താണ് deadweight loss എന്ന് പറയുന്നത്? സോ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക, deadweight loss എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും കൂടി ഇന്റർസെക്ട് ചെയ്ത് കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി പ്രൈസ് തീരുമാനിക്കും, അതുപോലെ തന്നെ സപ്ലൈ തീരുമാനിക്കും. ഈ പറയുന്ന ഡിമാൻഡിലും അതുപോലെ തന്നെ സപ്ലൈയിലും ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, ഓക്കെ, മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും ഈ പറയുന്ന മാർക്കറ്റിലെ പ്രൈസ് തീരുമാനിക്കാനായിട്ട് ഫെയിലിയർ, അതായത് മാർക്കറ്റ് മെക്കാനിസം ഫെയിലിയർ ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക. സോ ഡെഡ് വെയ്റ്റ് ലോസ് ഇസ് എ കോസ്റ്റ് ഓഫ് സൊസൈറ്റി ക്രിയേറ്റഡ് ബൈ മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി. മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത്, മാർക്കറ്റ് എപ്പോഴാണ് ഇൻഎഫിഷ്യൻ്റ് ആവുന്നത്? ഡിമാൻഡും സപ്ലൈയും കൃത്യമായിട്ട് ഇന്റർസെക്ട് ചെയ്ത് പ്രൈസ് തീരുമാനിക്കാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. So deadweight loss is nothing but it is a cost of the society created by market inefficiency which occurs when supply and demand are out of equilibrium. ഈക്വിലിബ്രിയത്തിൽ നിന്ന് മാർക്കറ്റ് പുറത്തേക്ക് പോകുന്ന അവസ്ഥയിൽ മാർക്കറ്റിലെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റിനുണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ മാർക്കറ്റിനുണ്ടാകുന്ന ഇൻഎഫിഷ്യൻസിനെയാണ് നമ്മൾ ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത്. അതൊരു ഇറിക്കവറബിൾ ആണ്, അതൊരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു ലോസ് ആണ്. So deadweight loss എന്ന് പറയുന്നത് it is an irrecoverable reduction in the economic efficiency that occurs when a free market equilibrium is disturbed by the market intervention either due to supply or demand. ഡിമാൻഡിലോ സപ്ലൈയിലോ അവരുടെ, അതായത് ഡിമാൻഡിൻ്റെ സപ്ലൈയുടെ ഫാക്ടേഴ്സ് കൊണ്ട് മാർക്കറ്റിൽ വരുന്ന ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് the dead weight loss in the market. So ഇത്രയാണ് നമുക്ക് മോഡ്യൂൾ 1-ലുള്ള ടോപ്പിക്സ്. സോ മോഡ്യൂൾ 1 നമുക്ക് 4 ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം എക്സാംസ് അടുത്തു, ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് മെസ്സേജസ് കമ്മിങ് ഇൻ ബോക്സിൽ മറ്റ് മോഡ്യൂൾസും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. So my personal apologies to everyone because I was not physically well for the past 2-3 weeks. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് ഓൺ ടൈം അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. So we'll be back with module 2 videos soon.